കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫോർട്ട് കൊച്ചിയിൽ 9-ന് തുടങ്ങും. യുവധാര സംഘടിപ്പിക്കുന്ന യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 2ാം അധ്യായത്തിന് ജനുവരി 9-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഞങ്ങൾ യുവധാരയുടെ പേരിൽ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ 2ാം എഡിഷൻ സംഘടിപ്പിക്കുക. 1ാം എഡിഷൻ കഴിഞ്ഞ മെയ് മാസം നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ആദ്യമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചു. വളരെ വിജയകരമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതോടൊപ്പം അരുന്ധതി റോയി ഉൾപ്പെടെയുള്ള 250ഓളം ഇന്ത്യയിലെ വിവിധ സാംസ്കാരിക, സാഹിത്യ, കായിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ഫെസ്റ്റിവലായിരുന്നു. പങ്കാളിത്തം കൊണ്ടും അതിന്റെ സംഘാടനം കൊണ്ടൊക്കെ നിങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണ്. അത് വലിയ വിജയമായിരുന്നു. സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വിഭജനമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സെഷനുകളാണ് സംഘടിപ്പിക്കുന്നത്. 5 സ്റ്റേജുകളിലായിട്ടാണ് കഴിഞ്ഞ തവണയും നമ്മൾ സംഘടിപ്പിച്ചത്. ഇത്തവണ ജനുവരി 9 മുതൽ 12 വരെ ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ തവണ നടത്തിയ അതേ വേദിയിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. 9-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ്. ജനുവരി 9, 10, 11, 12 തീയതികളിലായി ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന 2ാമത് യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ അണിനിരക്കും. 4 വേദികളിലായി 80 സെക്ഷനുകളിൽ മഗ്സസെ അവാർഡ് ജേതാക്കളായ പി സായിനാഥ്, ബസുദ്ധ വിൽസൺ എന്നിവരും ജീത്ത് തയ്യിൽ, ജെറി പിന്റോ, വിവേക് ഷാൻബാഗ്, രേവതി ലാലു, റാം റഹ്മാൻ, മഹമ്മൂദ് കൂരിയ, മനു എസ് പിള്ള, പത്മപ്രിയ, പോൾ സക്രിയ, NS മാധവൻ, മുഹമ്മദ് യൂസഫ് തരിഗാമി, ഗുർവീന്ദർ സിംഗ്, ദിവ്യ S അയ്യർ, S ഹരീഷ്, വിനിൽ പോൾ, ശ്രീനാഥ് പേരൂർ, സുവെങ്കിടേശ്വരൻ, ചമൻലാൽ തുടങ്ങി 250-ലധികം അതിഥികൾ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കും. ഏറ്റവും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജെന്നിസെറ്റ് കാലവും ലോകവും എന്ന ആശയവുമായാണ് യുവധാര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2ാം അധ്യായം സംഘടിപ്പിക്കുന്നത്. കലാസാഹിത്യ, രാഷ്ട്രീയ മേഖലകളിലെ നൂതനമായ ചലനങ്ങളും ആശയങ്ങളും പങ്കുവച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ ഒത്തുകൂടുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അക്ഷരങ്ങളുടെയും അനുഭവങ്ങളുടെയും പ്രകാശത്തിനുള്ള വേദിയായി മാറും. മലയാളത്തിന്റെ അനശ്വര സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ആദരവായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദികൾക്ക് MTയുടെ സാഹിത്യ സൃഷ്ടികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. 4 വേദികളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ വേദി 1 കടവ്, വേദി 2 കാലം, വേദി 3 മഞ്ഞ്, വേദി 4 നിർമാല്യം എന്നിങ്ങനെയാണ് പേരുകൾ ഇട്ടിട്ടുള്ളത്. ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള വെബ്സൈറ്റ് പ്രകാശനം ജനുവരി 1-ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചിരുന്നു. ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് ഡിസംബർ 29-ന് ഫോർട്ട് കൊച്ചിയിൽ സംവിധായകൻ B ഉണ്ണികൃഷ്ണനും നിർവഹിച്ചിരുന്നു. ജനുവരി 9 ഫോർട്ട് കൊച്ചിയിൽ ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മോസോ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്രമന്ത്രിയും MP-യും കവയിത്രിയുമായ കനിമൊഴി കരുണാനിധി മുഖ്യാതിഥിയാവും. M മുകുന്ദൻ, വിവേക് ഷാൻബാഗ് തുടങ്ങിയവരും ഉദ്ഘാടന പരിപാടികളിൽ അതിഥികളായിരിക്കുമെന്ന് ഭാരവാഹികളായ V വസീഫ്, VK സനോജ്, M ഷാജർ, രഞ്ജിത്ത് തുടങ്ങിയവർ വ്യക്തമാക്കി. 2ാം എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജ്ഞാനപീഠം അവാർഡ് ജേതാവായിട്ട് ദാമോദർ മോസോയാണ്. ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായിക്കൊണ്ട് കനിമൊഴി കരുണാനിധിയും M മുകുന്ദനും, NS മാധവനും, കർണാടകയിൽ നിന്നുള്ള വിവേക് ഷാൻബാഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ കൂടി അതിന്റെ ഭാഗമാവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വൈവിധ്യങ്ങളുടെ ഉത്സവം എന്നുള്ളതാണ്. അപ്പോൾ 2023-ൽ ഞങ്ങൾ ഇതിന്റെ 1ാം എഡിഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കുറെ കൂടി ആക്രമണോത്സുകമായ നിലയിൽ സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ സാംസ്കാരികമായി ഇതുപോലെയുള്ള പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, സംഘപരിവാറിന്റെ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ, ഏകശിലാത്മകമായ ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയത്തെ വൈവിധ്യങ്ങളുടെ ഉത്സവം കൊണ്ട് ചെറുക്കുക എന്ന അർത്ഥത്തിലാണ് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം പോലെ ഞങ്ങൾ ഈ കാര്യത്തെ കണ്ടിട്ടുള്ളത്. വലിയ ആവേശകരമായ പ്രതികരണമാണ് ആ 1ാം സെഷന്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.